എല്ലാവർക്കും നമസ്കാരം. കൊച്ചാപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി, മൈദ, ആട്ടപ്പൊടി ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പത്തിരിയാണ്. ഇതുണ്ടാക്കുന്ന പൊടിയിലേക്ക് ഞാൻ നേരിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പത്തിരി ഉണ്ടാക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത് മൈദപ്പൊടി, ആട്ടപ്പൊടി, ഗോതമ്പ് പൊടിയാണ്. ഇതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ 1.5 കപ്പോളം പൊടിയെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1/4 കപ്പോളം വരുന്ന തേങ്ങ അരച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. നമ്മളിതിലേക്ക് നേരിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മുടെ മുട്ട കേടാണെങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏത് സാധനമാണെങ്കിലും അത് വേസ്റ്റായി പോകും. അപ്പോൾ നേരിട്ട് പൊട്ടിച്ച് ചേർക്കാതെ അതിനെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇതിന് ഒരു മണം കിട്ടാനായിട്ട് ഞാൻ 2 ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായി കുഴച്ചതിന് ശേഷം അരമണിക്കൂറോളം അടച്ച് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതുണ്ടാക്കാനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അധികമാവരുത്, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എത്ര വലിപ്പത്തിലും കനത്തിലും വേണമെന്ന് കണക്കാക്കി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കൈകൊണ്ട് ഇങ്ങനെ മെതുവെ പരത്തി കൊടുക്കുക. സൂക്ഷിക്കണം, കൈ പൊള്ളാനുള്ള സാധ്യത ഇവിടെയാണ് ഉള്ളത്. 1-2 തവണ ചെയ്തു കഴിഞ്ഞാൽ ആ ഭയപ്പാടെല്ലാം മാറും. നമുക്കതൊരു ശീലമായി മാറും. ഇതിനെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് വിളിക്കുന്നത്. മൈദാപ്പത്തിരി എന്നും, ദണ്ഡു പത്തിരി എന്നും, ആലിപ്പത്തിരി എന്നും അങ്ങനെ ഒരുപാട് കേട്ടിരിക്കുന്ന പേരുകൾ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത്. ഇത് പരത്തി കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഇടയ്ക്കിടെ വെള്ളത്തിലൊന്ന് കൈമുക്കി തടവി കൊടുക്കുന്നത് നല്ലതാണ്. പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ നമ്മൾ ഏതൊക്കെ കറിയുമായി ചേർത്ത് കഴിക്കാറുണ്ടോ ആ കറികളെല്ലാം ഇതിന് സ്യൂട്ടാണ്. ആ കറികളെല്ലാം ഇത് ചേർത്ത് ഇതിന് കഴിക്കാം. നല്ല രുചിയാണ്. പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന് കിട്ടുക. ചപ്പാത്തി പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിനും കിട്ടുക. ഞാനിത് ഉണ്ടാക്കുമ്പോഴെല്ലാം എൻ്റെ ഉമ്മായെയും മൂത്ത സഹോദരിയെയും ഓർമ്മ വരും. കാരണം എനിക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടാക്കി തന്നിട്ടുള്ളത് അവരാണിത്. ഇത് കഴിക്കുന്ന സമയത്ത് ഒന്ന് സോഫ്റ്റായി വേണം എന്ന ആവശ്യമുള്ളവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയും ഉണ്ടാകും, കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. காதலிக்கும் பெண்ணெழுத்தின் கையெழுத்திலே கண்ட பிழைகள் கூட கவிதையாகுமே. சிந்தும் பார்வை தீர்த்தமாகும், சொல்லு பார்வை மோட்சமாகும். காதலின் சங்கீதமே பூமியின் பூபாலமே. காதலின் சங்கீதமே ഭൂമിயின் ഭൂപാളമേ. സാനിസാ സാനിസാ നിദാരി ദാനി ദാരി ദാനിസാ മമ മമ മഗരിസ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ അമർത്തുക. ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത് മൈദയിൽ ചെയ്യുകയാണെങ്കിൽ പൊറോട്ടയുടെ നിറവും ഏകദേശം ആ രുചിയും ഉണ്ടാകും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അത് ആട്ടയിലോ ഗോതമ്പിലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിറവ്യത്യാസമുണ്ടാകും. ഏകദേശം നല്ല ബ്രൗൺ നിറമായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല.
പക്ഷേ അത് ഷുഗർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് നല്ല ഒരു പലഹാരമാണ്. ഇതാ ഇവിടെ പത്തിരി റെഡിയായി കഴിഞ്ഞു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.